ഹലോ പ്രിയ ജനങ്ങളെ, നമസ്കാരം. വനിതാ ദിനമൊക്കെ കഴിഞ്ഞു പോയി, എങ്കിലും വനിതകളെക്കുറിച്ച് നമുക്ക് എപ്പോഴും സംസാരിക്കാമല്ലോ. വനിതകൾ എന്ന് വെച്ചാൽ പ്രപഞ്ച സൃഷ്ടാക്കൾ, സ്ത്രീകൾ, അമ്മ, ജനനി. അവിടെ നിന്നൊക്കെ തുടങ്ങിയാൽ അതിമൂല്യവും ബഹുമൂല്യവുമുള്ള വ്യക്തിത്വങ്ങളാണ് സ്ത്രീകൾ. പക്ഷേ നമുക്ക് ഈ സമൂഹത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത് നമുക്ക് നമ്മളായി ഇരിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ്. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും സ്ത്രീകൾ ഇങ്ങനെയായിരിക്കണം എന്ന ഒരു മാനദണ്ഡം എന്നോ മുന്നേ നിശ്ചയിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഞാനിങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എപ്പോഴും തല ഉയർത്തി പിടിച്ചേ ഞാൻ നടക്കുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് വളരെ സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന പ്രദേശമാണ്. അപ്പോൾ അവിടെയുള്ള ചില അസൂയാലുകൾ എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് ഇത്ര അഹങ്കാരം, ജാട, എന്തിനാണ് ഈ തല എപ്പോഴും ഉയർത്തി പിടിച്ച് നടക്കുന്നത്? അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഗുങ്കടുക്ക പീച്ച് എന്ന് വെച്ചാൽ തലയിലൊരു നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടിട്ടില്ലേ, തലയിൽ ഇങ്ങനെ ഒരു സാരി തലപ്പ് കൊണ്ട് കവർ ചെയ്ത് തല ഒന്ന് കുനിച്ച് ശിരസ് നമിച്ച് നടക്കേണ്ടവരാണ് എന്ന. ഇതൊന്നും നമ്മൾ തല ഉയർത്തി നടക്കുന്നത് അഹങ്കാരം കൊണ്ടൊന്നുമല്ല, നേരെയുള്ള വിഷൻ, മുന്നിൽ നിന്ന് വരുന്ന പ്രതിബന്ധങ്ങളെ നേരിട്ട് കാണാമെന്ന ഒറ്റ താല്പര്യം കൊണ്ടാണ് ഞാൻ കേട്ടോ. അഹങ്കാരി, നിഷേധി, അങ്ങനെയൊക്കെ പലതും നമ്മൾ കേൾക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കേട്ടിട്ട് തളരാൻ പോയാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു ചെറിയ പൂവിലും ഒരു ചെറിയ കിളിയിലും ഒരു ചെറിയ കാഴ്ചയിലും ഹഠാത് ആകർഷണം തോന്നി സന്തോഷിക്കുന്ന നല്ല മനസ്സുള്ളവരാണ് നമ്മൾ. അത് ഇവർ അംഗീകരിക്കില്ല, മനസ്സിലായോ? അപ്പോൾ നമ്മളായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ത്രൈണ ഭാവങ്ങളൊക്കെ ഒരു സത്യമാണ്. സ്നേഹം, ദയ, സഹനം, അനുതാപം, പിന്നെ അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളൊക്കെ നമ്മളിൽ ദൈവം അങ്ങ് വാരി കോരി നിറച്ചിട്ടുണ്ട്. അതൊന്നും മൂല്യം ചോരാതെ കൊണ്ട് നടക്കണം നമ്മൾ, മനസ്സിലായോ? വാത്സല്യനിധികളായിട്ടിരിക്കുക, അതൊക്കെ വേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ആരടാ എന്ന് ചോദിക്കാനുള്ള ധൈര്യവും വേണം. അല്ലെങ്കിൽ ഒരു രണ്ടാം നിരയിലേക്ക് തള്ളപ്പെട്ടു പോയതിൻ്റെ പേരിൽ കരഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഈ അവകാശങ്ങളൊന്നും പിടിച്ചു വാങ്ങേണ്ട ആവശ്യമില്ല. അതെല്ലാം എല്ലാവർക്കും ഒരുപോലെ എടുക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ സജ്ജമാണ്. നമ്മുടെ യുക്തിഭദ്രമായ തീരുമാനങ്ങളും മുന്നോട്ട് നടക്കാനുള്ള ആ ഒരു ത്വരയുണ്ടല്ലോ, അതും ഒരു ഇച്ഛാശക്തിയും അത്ര മാത്രമാണ് ഇതിൽ വേണ്ടൂ. പക്ഷെ ഒരിക്കലും അഹങ്കാരികളാവരുത്, സ്വന്തം കടമകൾ മറക്കരുത്. നമ്മൾ നമ്മളായി തന്നെ ഇരിക്കുക. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ ലോകത്ത് എത്ര നല്ല നല്ല സ്ത്രീകൾ, ഇപ്പോൾ ഇന്ദിരാഗാന്ധി മുതൽ നിർമ്മല സീതാരാമൻ, മഞ്ജു വാര്യർ, അങ്ങനെ പല മേഖലകളിലുമുള്ള വളരെ ശക്തരായ കഴിവുള്ള സ്ത്രീകളെ നമുക്ക് കാണാം. പക്ഷേ നമുക്ക് അവരെ പോലെ ആവണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഓരോ സ്ത്രീകളിലും നമ്മുടേതായ എന്തെങ്കിലും വേറിട്ട ഒരു കഴിവ് അല്ലെങ്കിൽ വേറിട്ട ഒരു നന്മ ഉണ്ടാവും. അത് പുറത്ത് പ്രതിഫലിപ്പിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അത് ചെയ്യണം. ഈ ഭൂമി വിട്ട് നമ്മൾ പോകുന്നതിന് മുന്നേ നമുക്ക് മാത്രമായി ഈശ്വരൻ നിശ്ചയിച്ച് അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ആ കഴിവ് എന്തോ ഭംഗിയായി യുക്തിഭദ്രമായിട്ട് ചെയ്തു തീർക്കണം. ചിലപ്പോൾ നമ്മൾ വെറും ഒരു വീട്ടമ്മയായിട്ട് ജീവിക്കാനായിരിക്കാം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അത് 100% സത്യസന്ധമായി ചെയ്താൽ അതിൽ നിന്നും 100% തൃപ്തമായൊരു ജീവിതം ഉണ്ടാക്കാനായിട്ട് പറ്റും. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും 100% കൊടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അതിൽ ഒരു വീഴ്ചയും വരുത്താതെ, അതാണ് ഏറ്റവും അധികം ഒരു ജീവിതത്തിൻ്റെ വിജയം നമ്മൾക്കുണ്ടാക്കി തരുന്ന ഘടകം. അപ്പോൾ അതുകൊണ്ട് വനിതാ ദിനത്തിലും എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്ത് ഈ 365 ദിവസങ്ങളും നമ്മുടെ തന്നെയാണ്. പുരുഷന്മാരെ പോലെ അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളിൽ മറ്റാരെ പോലെ
എല്ലാം നമുക്കും അവകാശപ്പെട്ടതാണ്. അവകാശവാദങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഒന്നും നമുക്ക് പോണ്ട. നമുക്ക് നമ്മളായിരിക്കാം. മനസാ വാച കർമ്മണ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നമ്മുടെ കയ്യൊപ്പ് ചാർത്താം. എല്ലാവർക്കും നന്മ വരാൻ വേണ്ടി കൂട്ടുകൂടാം. കുടുംബത്തിലുള്ളവർക്ക്, സമൂഹത്തിലുള്ളവർക്ക്, സുഹൃത്തുക്കൾക്ക്, മക്കൾക്ക് എല്ലാവർക്കും ഒരു നല്ല സഹജീവിയായി കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീധർമ്മം. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇഷ്ടപ്പെട്ടോ? അഹങ്കാരലേശമന്യേ ഞാൻ പറഞ്ഞൊപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നന്മയുടെ, പുഞ്ചിരിയുടെ ഒക്കെ നിറകുടങ്ങളാകുക നമ്മൾ. എന്നിട്ട് ഈ ഭൂമിക്ക് ഒരു പുഷ്പം അല്ലെങ്കിൽ ഒരു വിരിഞ്ഞു നിൽക്കുന്ന പൂ കൊടുക്കുന്ന സമാധാനവും സുഗന്ധവും ഭംഗിയുണ്ടല്ലോ, അതിന് തുല്യം ചാർത്തുന്നവരാവുക നമ്മൾ. എൻ്റെ ഈ വൈതാര പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ എല്ലാവരും എന്നോട് കേൾക്കും എന്നുള്ള പ്രതീക്ഷയോടെ, എന്നെ ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെ, നല്ല സ്ത്രീകളാകാമെന്ന വിശ്വാസത്തോടു കൂടെ നിർത്തുന്നു. വീണ്ടും വരാം. ഇഷ്ടപ്പെട്ടാൽ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അത് മറക്കരുതേ. വെറുതെ കൂട്ടുകൂടാൻ വേണ്ടി വരുന്നതാണ്. എന്നും കൂട്ടാണ്. ഓക്കെ, ബൈ.